നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം. കഴിഞ്ഞ മാസം വന്നില്ലായിരുന്നു. വന്നു. അത് എല്ലാ മാസവും മുടങ്ങാതെ വരുന്നുണ്ട്. അന്ന് ഇവിടെ വന്നപ്പോ നിങ്ങൾ കടയിലില്ലായിരുന്നു. ഓ, അതാണ്. എന്താ വേണ്ടത്? തൽക്കാലം എനിക്കൊരു തട്ടം മതി. പിന്നെ അക്ഷരഹാരവും വേണം. അത് ഞാൻ പിന്നെ വരാം. ആയിക്കോട്ടെ. അല്ല, ദേവൂട്ടിയെ കണ്ടില്ല. എങ്ങോട്ട് പോയി? അവൾക്കൊരു കല്യാണമൊക്കെ ഏതാണ്ട് ഉറച്ചിരിക്കുന്നു. ആഹാ, വീട്ടിൽ അതിന്റെ ചില തിരക്കുകളൊക്കെ ഉണ്ട്. വരും, ഉച്ചയോടെ വരും. നന്നായി. പയ്യൻ എവിടുന്ന്? മലയാളിയാണോ അതോ ഇവിടുന്ന് ആരെങ്കിലും ആണോ? ഇവിടുന്നല്ല, മലയാളി തന്നെയാ. ആണോ? ഫോട്ടോ ഉണ്ടേ. ഇതാണ് പയ്യൻ. ആരെയും കല്യാണം കൊണ്ടുവന്ന്? അതൊരു ദല്ലാളാ, മലയാളിയാ. ഇവനെ എനിക്കറിയാം. ഇവനൊരു ഫ്രോഡാ. ഫ്രോഡോ? 2 മാസം മുമ്പ് ഇതുപോലൊരു കല്യാണ തട്ടിപ്പിൽ ഇവനെ കേരളത്തിൽ അറസ്റ്റ് ചെയ്തതാ. അവിടുത്തെ പത്രങ്ങളൊക്കെ നല്ല വാർത്തയായിരുന്നു. ഉറപ്പാണോ? ആളും മാറിയിട്ടൊന്നുമില്ലല്ലോ. മാറിപ്പോയിട്ടൊന്നുമില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന ചെറുപ്പക്കാരൻ തന്നെയാ. എനിക്ക് എത്ര ഉറപ്പാ. ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങളിത് വിട്ടുകളയൊന്നും വേണ്ട. പക്ഷേ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് വ്യക്തമായി അന്വേഷിക്കണം. അവന്റെ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയി അന്വേഷിക്കണം. അന്വേഷിക്കാം. ഇവന്മാരുടെ ഒരു ഗ്യാങ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ മുന്നിൽ നിർത്തി കളിക്കുന്ന ഒരു അധോലോക സംഘം. എന്റെ ദേവൂട്ടിയെ പോലൊരു കുട്ടിക്ക് എന്തെങ്കിലും ദോഷം വരുന്നത് ആലോചിക്കാൻ പോലും വയ്യ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശരി ശരി. അക്ഷരകാരൻ ഞാൻ പിന്നെ ഒന്ന് വാങ്ങിച്ചോളാം. ശരി. കുമാരേട്ടാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. അങ്ങ് വിട്ടുകളയാ. ആ പയ്യൻ വന്ന് പെണ്ണ് കണ്ടു, സമ്മതം പറഞ്ഞു, പോയി. വേറൊന്നും നീക്കിയിട്ടില്ലല്ലോ. ഇനി മുന്നോട്ട് പോണ്ട, എല്ലാം അവസാനിപ്പിക്കുക. അത്രയേ ഉള്ളൂ. ആ ദല്ലാളിന്റെ നമ്പറുണ്ടോ കയ്യില്? ഉണ്ട്. അവനെ ഒന്ന് വിളിക്ക്, ചോദിക്ക് ആ കള്ള തിരുമാലിയെ. ഹലോ. ഹലോ, ഞാൻ സുരേന്ദ്രനാ, സൗവർണികയുടെ അച്ഛൻ. മനസ്സിലായി. പറയൂ, മറ്റു കാര്യങ്ങളൊക്കെ എന്തായി? നിങ്ങൾ കൊണ്ടുവന്ന പയ്യൻ എവിടെ നിന്നാ പറഞ്ഞ? കോഴിക്കോട്ടുകാരാ അവര്. പക്ഷേ ഇപ്പൊ അവര് മാംഗ്ലൂർ സെറ്റിൽ ചെയ്തിരിക്കുന്നെന്നാ പറഞ്ഞേ. അത്രേ അറിയാവൂ? അതെ അതെ, അത്ര അറിയാവൂ. നമ്മുടെ അടുത്ത് 100 കേസുകൾ വരുന്നതല്ലേ. പയ്യനായാലും പെണ്ണായാലും അവരുടെ വീട്ടുകാര്യങ്ങൾ തിരക്കാൻ നമ്മൾ പോകാറില്ല. യോജിച്ചെന്ന് തോന്നുന്ന ആൾക്കാരെ ഞങ്ങൾ അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കും. ബാക്കി അന്വേഷണങ്ങളൊക്കെ അവരങ്ങ് നോക്കിക്കോണം. അല്ല, എന്താ കാര്യം? എന്താ കാര്യമൊക്കെ അല്പ ഗുരുതരമാണ്. നീ കൊണ്ടുവന്ന പയ്യനെ അവൻ 1-ാം തരം ഫ്രോഡാണെന്ന്. അയ്യോ, എനിക്കൊന്നും അറിയില്ല സാർ. ചേട്ടനൊരു കാര്യം ചെയ്ത് വിട്ടേക്ക്, നമുക്ക് വേറെ നോക്കാന്നേ. വേറെ നോക്കണോ വേണ്ടെന്നൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. തൽക്കാലം നീ അവരെ വിളിച്ച് പറഞ്ഞേക്ക്, ഈ കാര്യവും പറഞ്ഞ് ഇനി ഈ ഏരിയയിൽ വന്നു പോകരുതെന്ന്. ഹലോ ഹലോ ഹലോ. ദേവിയായിട്ട് തന്നെയാ അയാളെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നത്. അമ്മേ ദേവി, നീ കാത്തു. കേരളത്തിൽ ഒരിടത്തും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. വലിയ സെലിബ്രിറ്റികളെ പോലും ആൾക്കാർ ചിലപ്പോൾ തിരിച്ചറിഞ്ഞിരുന്നു വരും. പക്ഷെ എന്നെ കണ്ട അപ്പ തിരിച്ചറിയും. ഇനി കേരളത്തിലെങ്ങും പോയി കല്യാണം നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചു നാൾ അവരിതൊക്കെ ഓർത്തിരിക്കും. അത് കഴിയുമ്പോ മറക്കും. അത് ചിലപ്പോൾ ശരിയായിരിക്കും. എന്തായാലും തൽക്കാലം എവിടെങ്കിലും പോയി തലവെക്കാൻ പറ്റത്തില്ല. വെറുതെ നടന്നു പോയാൽ പോലും പെൺവാണിപ്പക്കാരനും കല്യാണ തട്ടിപ്പുകാരനൊക്കെ പറഞ്ഞ് അവർ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. ഇതൊക്കെ കേരളത്തിൽ തന്നെ നടത്തണമെന്ന് നിർബന്ധമുണ്ടോ? മലയാളി ഇല്ലാത്ത നാടുണ്ടോ?
ലോകത്തെവിടെ വേണോ പോയി നമുക്ക് സുഖമായി കല്യാണ തട്ടിപ്പ് നടത്താം. അന്യനാട്ടിലാകുമ്പോ വേറൊരു ഗുണം കൂടി ഉണ്ട്. വീട് സ്ഥലവും ചുറ്റുപാടുമൊക്കെ അന്വേഷിച്ച് പെണ്ണിന്റെ ആൾക്കാർ വരില്ല എന്നുള്ള ഗുണം. അത് ശരിയാണ്. ഒരു കണക്കിന് ഇത്തരം തട്ടിപ്പ് പരിപാടികൾ കേരളത്തിൽ നടത്തുന്നതിനേക്കാൾ സേഫ് ഇവിടെയാണ്. കല്യാണം കഴിച്ച പെണ്ണിനെയും കൊണ്ടങ്ങ് മുങ്ങുക, നാട്ടിലേക്ക് പോകുന്നു എന്ന് പെണ്ണിന്റെ ബന്ധുക്കളെ വിശ്വസിപ്പിക്കുക. അങ്ങനെ പോയാൽ എന്തായാലും 10-20 ദിവസത്തേക്ക് ആരും അന്വേഷിച്ചു വരില്ല. ഈ സമയം കൊണ്ട് പെണ്ണിനെ എത്തിക്കേണ്ടിടത്ത് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഇതിങ്ങനെ മതിയടാ, കേരളത്തിന് പുറത്ത് അതാണ് സേഫ്. അങ്ങനെയെങ്കിലും അങ്ങനെ ഒപ്പിച്ചു കൂട്ടിവെച്ച ബന്ധുവാണെങ്കിലും പരസ്യമായിട്ട് ഇപ്പൊ നിങ്ങൾ എന്റെ അച്ഛനും അമ്മയല്ലേ. ആ നിലയ്ക്ക് നിങ്ങൾ പറയുന്ന അനുസരിക്കും. ഇനിയുള്ള കല്യാണങ്ങളെല്ലാം കേരളത്തിന് പുറത്ത്. ആ പൊട്ടിപ്പെണ്ണിന്റെ കാര്യം വച്ച് താമസിപ്പിക്കണ്ട. അവളുടെ കുറവുകളെയൊക്കെ അവഗണിച്ച് അവൾക്കൊരു ജീവിതം കൊടുക്കാൻ വന്ന ദേവദൂതനാണ് നീ ഇപ്പോ അവരുടെ മുന്നിൽ. ആ ഒരു ക്ലീൻ ഇമേജ് മാറി സത്യം അവരറിയുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. വലിയ സൗകര്യങ്ങളൊന്നുമുള്ള ഫാമിലി അല്ല. പെണ്ണിനെ കിട്ടും, അതല്ലാതെ എന്ത് കിട്ടുമെന്ന് അന്വേഷിക്കണ്ടേ? അതന്വേഷിക്കാം, പക്ഷേ അതിനുവേണ്ടി അധികം സമയം മെനക്കെടണ്ട. അവരുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാ അതങ്ങ് വാങ്ങുക. വിലപേശാനൊന്നും നിൽക്കണ്ട. അങ്ങനെ നിന്നാ ചിലപ്പോ പണി പാടും. മറിച്ച് അവര് കുട്ടിക്ക് എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മൾ തൃപ്തരാണെന്ന് പറയുമ്പോ പെണ്ണിന്റെ വീട്ടുകാർക്ക് സന്തോഷവുമാവും, നമുക്ക് വലിയ പേരുമാവും. ആ ബ്രോക്കറെ വിളിച്ച് കാര്യം പറയാം. നമുക്ക് ഡിമാൻഡ് ഒന്നും ഇല്ലെന്നും എത്രയും വേഗം വിവാഹം നടത്തണമെന്നും പറയാം. അതെ, കിട്ടുന്നത് അത് പണമായാലും സ്വർണമായാലും അത് വാങ്ങുക. എന്നിട്ട് എത്രയും വേഗം പെണ്ണിനെ മുംബൈക്ക് കടത്തുക. പെണ്ണിനെ അത്രയും വേഗം മുംബൈക്ക് കടത്തണ്ട. എന്താ, നിനക്ക് വേറെ വല്ല ഉദ്ദേശമുണ്ടോ? പുതു ചെക്കനായിട്ടും വരനായിട്ടും ഭർത്താവും ഒക്കെ ആയിട്ട് ഞാൻ ആക്ട് ചെയ്യുമല്ലേ. അപ്പോ ഭർത്താവായിട്ട് 4-5 ദിവസം ആക്ട് ചെയ്യാൻ എനിക്കൊരാഗ്രഹം. സംസാരിച്ചില്ലെങ്കിലും അവളൊരു മുതല. കുറച്ചു ദിവസം ഞങ്ങൾ ഭാര്യ ഭർത്തക്കന്മാരായിട്ട് ജീവിക്കാന്നേ. അതിനുശേഷം മതി മുംബൈക്ക് കടത്തല്. അതൊക്കെ നിന്റെ സൗകര്യം പോലെ ആയിക്കോ. കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ ഷെയർ അത് തന്ന് ഞങ്ങൾ സെറ്റിലാക്കണം. പിന്നെ നീയായി, നിന്റെ പാടായി. ഓക്കെ ഓക്കെ, അതേറ്റു. ആരാ? ആ ബ്രോക്കറാ. ഹലോ ഹലോ, നിങ്ങൾ എവിടെയുണ്ട്? ഞങ്ങൾ കൊല്ലൂര് തന്നെയുണ്ട്. കാര്യങ്ങൾ എന്തായി? ഞങ്ങൾക്ക് ഡിമാൻഡുകളൊന്നുമില്ലെന്ന് അവരോട് പറഞ്ഞേക്കേ. വിവാഹം അധികം ലേറ്റാക്കരുതെന്നും അവരോട് പറയണം. അത് ഓക്കെ. പക്ഷേ ഇവിടെ വേറെ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്. നിങ്ങളെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൂടി തരണം, ആധാർ നമ്പർ ഉൾപ്പെടെ. അതെന്തിനാ ആധാർ നമ്പർ? കല്യാണം കഴിക്കാൻ വരുന്നവന്റെ ആധാർ നമ്പർ ചോദിക്കുന്ന പതിവ് എന്ന് തുടങ്ങി? നിങ്ങളെ കുറിച്ച് ആരോ എന്തൊക്കെയോ പെണ്ണിന്റെ അച്ഛനോട് പറഞ്ഞു കേൾപ്പിച്ചിരിക്കുന്നു.